നമ്മുടെ ഇനിയുള്ള ആ ഒരു ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഫിഫോ, 2 RPP, 3 IC. ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈ സർക്കിളാണ് കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. അതാണ് 99.9% ഉപയോഗിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. IC എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആണ്. അതിന് നിങ്ങൾ ഈ 10,000 രൂപ കാത്തിരിക്കുന്നു വേണ്ട. എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ വെണ്ടർ ആ പർച്ചേസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ ഗ്ലോബൽ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 to 3 ഡേയ്സിനകത്ത് നിങ്ങളുടെ ആപ്പിനകത്ത് അത് ക്രെഡിറ്റ് ചെയ്യും. അത്രയും എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തോ അത്രയും ക്വാണ്ടിറ്റി GG കോയിനും നിങ്ങളുടെ ആപ്പിനകത്ത് ക്രെഡിറ്റ് ചെയ്യും. 2 RPP ആണ്, റാൻഡം പിക് പ്രോസസ്. അതൊരു ലോട്ടറിയാണ്. അത് നിങ്ങൾ 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി എല്ലാം അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് 10,000 പർച്ചേസ് ചെയ്യണമെന്നല്ല. നിങ്ങളുടെ പർച്ചേസ് എപ്പോൾ 10,000 ആവുന്നു അപ്പോൾ ഒരു UPV ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ആ ഒരു വേർഡ് ഇടയ്ക്ക് വെച്ച് കണ്ടു. യൂസർ പർച്ചേസ് വാല്യൂ എന്നാണ് ആ UPV ന്റെ അർത്ഥം. ഒരു UPV എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ്. സോ 10,000 റുപ്പീസിന്റെ പർച്ചേസ് നടത്തുമ്പോൾ ഒരു UPV ജനറേറ്റ് ആവും. അതിനൊരു പ്രത്യേക സീരിയൽ നമ്പർ ഒക്കെ ഉണ്ടാവും. സോ നമ്മൾ UPV ജനറേറ്റ് ചെയ്യുന്നത് RPP-യിലാണെങ്കിൽ അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ NCPസും CPസും നിങ്ങൾക്ക് പറഞ്ഞുതരും. UPV ജനറേറ്റ് ചെയ്യുന്നത് RPP-യിലാണെങ്കിൽ ഒരു മാസം ജനറേറ്റ് എല്ലാ UPVയും ചേർത്തിട്ട് മാസാവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ ആദ്യം ഒരു നറുക്കെടുപ്പ് നടത്തും. ലോട്ടറിയാണ്. അതിൽ നിങ്ങൾക്ക് ബമ്പർ അടിച്ചാൽ ഒരൊറ്റ UPVക്ക് 100% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ 15%, 10%, 5% അങ്ങനെ പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. ബട്ട് മിനിമം 2% നിങ്ങൾക്ക് കിട്ടും. അത് എങ്ങനെയായാലും ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ലോട്ടറികളിൽ പന്തയം വെക്കുന്നതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ RPP എടുക്കാം. അല്ല ഫിഫോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ആദ്യം വരുന്നവർക്കാണ് ആദ്യം അതിന് പൈസ കിട്ടുക. അത് അഗൈൻ നിങ്ങൾ UPV ക്രിയേറ്റ് ചെയ്യണം. UPV ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഫിഫോയിലാണ് ടാഗ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ടാഗ് ചെയ്തിട്ട് നമുക്ക് മുമ്പുള്ള ആളുകളുടെയൊക്കെ ബെനിഫിറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റുകൾ കിട്ടാൻ സ്റ്റാർട്ട് ചെയ്യും. ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 UPV അതിനുശേഷം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. 36 UPVs ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,000 റുപ്പീസ് കിട്ടും. 216 UPVs ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8,500 റുപ്പീസ് കിട്ടും. എന്ന് വെച്ചാൽ ടോട്ടൽ നമ്മൾ സ്പെൻഡ് ചെയ്ത 10,000 റുപ്പീസ് നമുക്ക് തിരിച്ചു കിട്ടും. IC 2% to 10% ആണ്. RPP 2% to 100% ആണ്. ഫിഫോ നിങ്ങൾക്ക് മിനിമം 100% കിട്ടും. അത് ഈവൻ 200% ആവാം. കാരണം നമ്മൾ പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1,296 UPVs ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ 10,000 GG കോയിൻസ് എൻകാഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഫിഫോയിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫിഫോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫിഫോയിലൊരു UPV ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10,000 GG കോയിൻസ് കിട്ടും. ഒരു Paytm വൗച്ചേഴ്സ്. സോ ഇത് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 UPVകൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 500 റുപ്പീസ് കിട്ടും. 36 UPVs ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ 1,000 റുപ്പീസ് കിട്ടും. 216 UPVs ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ 8,500 കിട്ടും. ആൻഡ് 1,296 UPVs ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 റുപ്പീസ് കിട്ടും. ഞാൻ വീണ്ടും ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയെന്ന് എനിക്കറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഇതിലേക്ക് എത്താം. ഇത് പറയാൻ കാരണം ഇത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതാണ് ഫിഫോ എന്ന് പറയുന്നത്. നമുക്ക് മുൻപ് വന്ന ആളുകൾക്ക് ഇതൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ കുറെ അധികം സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരാം. അത് 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് അത്രയും ക്ഷമയില്ലാത്തത് കൊണ്ട് നമുക്ക് മൈ സർക്കിളിലേക്ക് പോകുന്നതാണ് നല്ലത്. സോ മൈ സർക്കിൾ. ഈ മൈ സർക്കിൾ വളരെ രസകരമായിട്ടുള്ള ഒരു കളിയാണ്. നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ എന്താ പറയാ ഗെയിംസ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു കളിയാണ്. നമ്മൾ ഒരു UPV ജനറേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ GG ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്കറിയാം ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. GG ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഞാൻ പർച്ചേസുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ എൻ്റെ GG ആപ്പിൽ പോയിട്ട് എൻ്റെ ഈ ക്യാഷ് ബാക്ക് ഓപ്ഷൻ ഞാൻ മൈ സർക്കിളിലേക്ക് മാറ്റിയിടണം. അത് ബൈ ഡിഫോൾട്ട് ഫിഫോയിലാണ് കിടക്കാൻ സാധ്യതയുള്ളത്. ഞാനത് മൈ സർക്കിളിലേക്ക് മാറ്റിയിടണം. എന്നിട്ടാണ് ഞാൻ എൻ്റെ പർച്ചേസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ എപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഞാനത് 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും അത് ഇതിനകത്ത് മൈ സർക്കിളിനകത്ത് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ 10,000 റുപ്പീസ് ആകുന്നോ അപ്പോൾ ഒരു UPV ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തോളും. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ആ UPVക്ക് ഒരു നമ്പറും കിട്ടും. അത് സീരിയൽ നമ്പറാണ്. ഓൾ ഓവർ ഇന്ത്യ സെയിം സീരിയൽ നമ്പറിലാണ് മൈ സർക്കിളിലെ UPVs മുഴുവൻ പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ UPV ജനറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 361 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പെട്ടെന്ന് വലിയൊരു പർച്ചേസ് വന്നു. അത് ഡ്രസ്സോ ആഭരണങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയൊരു UPV ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ 481 ആയിട്ടുണ്ടാവും, അല്ലെ 83 ആയിട്ടുണ്ടാവും. കാരണം അതിന് മുൻപ് ഒരുപാട് പേര് ഓൾ ഇന്ത്യ UPV പർച്ചേസ് ചെയ്തു, പർച്ചേസുകൾ നടത്തി UPV ജനറേറ്റ് ചെയ്തു. സോ ഇത് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും. സോ ഇത് സീരിയൽ നമ്പറുകളാണ് കൊടുക്കുന്നത്. സോ ഞാൻ എൻ്റെ ഒരു UPV ജനറേറ്റ് ചെയ്യുന്നു. അത് ഓക്കെ. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സാധാരണഗതിയിൽ ഈ പറയുന്ന എല്ലാ കമ്പനികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏജന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ കമ്പനികളൊക്കെ ലോഞ്ച് ചെയ്ത സമയത്ത്
അവര് ഈവൻ ഗൂഗിൾ, നമ്മൾ ജിമെയിലൊക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യകാലങ്ങളിൽ ജിമെയിൽ എടുത്തവർക്ക് ജിമെയിൽ ആർക്കും ഡയറക്റ്റ് കയറി ലോഗിൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ജിമെയിൽ ഉപയോഗിക്കുന്ന ആളെ ലിങ്ക് അയച്ചു തരണം. ആ ലിങ്ക് കൂടെ മാത്രമേ നമുക്ക് ജിമെയിലിൽ കയറാൻ പറ്റൂ. ആ ലിങ്ക് അയച്ചാൽ ആൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അത് തന്നെയാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. അത് വാട്സാപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ഒക്കെ. ഞാൻ ഗൂഗിൾ പേ ഒരു ലിങ്ക് ഉപയോഗിച്ച് ആഡ് ചെയ്തു, ഞാൻ അതിൽ പർച്ചേസ് തുടങ്ങി, ഞാൻ ആ ലിങ്ക് വേറെ ആൾക്ക് അയച്ചു കൊടുത്തു, അയാൾ ഡൗൺലോഡ് ചെയ്താൽ എനിക്ക് ഒരു 50 രൂപയോ 100 രൂപയോ കിട്ടും. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ പുതുതായിട്ട് വരുന്ന ആപ്പുകളും ഉപയോഗിക്കുന്ന പ്രോസസ്സാണ്. ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് മൈ സർക്കിളിലൂടെയാണ് എന്നുള്ളതാണ്. മൈ സർക്കിളിന്റെ പ്രധാന ഉദ്ദേശം എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടുക എന്നുള്ളതാണ്. അതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ഞാൻ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാ പുതിയ പുതിയ യൂസേഴ്സിനെ ഞാൻ ആഡ് ചെയ്യുന്നു. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ വെണ്ടറും അല്ല, ഞാൻ പാർട്ട്ണറും അല്ല, ഞാൻ വെറും യൂസർ മാത്രമാണ്. ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തൊരു യൂസർ മാത്രമാണ്. പക്ഷെ ഞാൻ പുതിയ പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്യാണ് മൈ സർക്കിൾ ഉപയോഗിച്ച്. എന്തിനാ? അവർ എന്റെ ലിങ്ക് ഉപയോഗിച്ച് ആഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് നാളെ എത്ര ക്യാഷ് ബാക്ക് കിട്ടിയാലും അതിന്റെ 10% ഇരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൈ സർക്കിൾ സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് 1 കോടി കിട്ടിയാൽ 10 ലക്ഷം വെറുതെ എന്റെ കയ്യിലിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. സോ അതാണ് ഇതിന്റെ ബെനിഫിറ്റ്, ഞാൻ ആളുകളെ ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. സോ അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈ സർക്കിൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ എനിക്കുള്ള പൈസ കിട്ടുകയും ചെയ്യും, അത് വേറൊരു കാര്യം. ആൻഡ് ദാറ്റ്സ് വാട്ട് വൈ ഡിഡ് യു റെഫർ, വാട്ട് ഇസ് ദ ബെനിഫിറ്റ്. ഓക്കെ, നമ്മൾ ഈ ചോദ്യങ്ങളിലേക്ക് ഒന്നും നടക്കുന്നില്ല, നമുക്ക് മൈ സർക്കിളിലേക്ക് കിടക്കാം. ഞാൻ എന്റെ മൈ സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം ഞാൻ എൻ്റെ UPV ജനറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത്, ഞാൻ 6 പേർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് അവരോട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നു. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് മൈ സർക്കിളാണ്. അതുകൊണ്ട് മൈ സർക്കിളിലേക്ക് അത് മാറ്റിയിടുക. നിങ്ങൾ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തോളൂ. 10,000 ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു UPV ജനറേറ്റ് ആവും. ആ UPV ജനറേറ്റ് ആയി കഴിഞ്ഞാൽ എന്റെ UPV നമ്പർ ഇതാണ്. ആ UPVയുടെ താഴെ അതൊന്ന് ടാഗ് ചെയ്യണം മൈ സർക്കിളിൽ. ഇതെല്ലാം സോഫ്റ്റ്വെയർ നമ്മുടെ ആപ്പിനകത്തുള്ള ഓപ്ഷൻസ് ആണ്. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പോയിട്ട് ഇന്ന UPV നമ്പറിൽ അത് ടാഗ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഞാൻ 6 പേർക്ക് ഈ ആപ്പ് ഇത് ലിങ്ക് അയച്ചു കൊടുത്ത് 6 പേരെ കൊണ്ട് ഞാൻ UPV എന്റെ ചുറ്റും അല്ലെങ്കിൽ എന്റെ UPVക്ക് താഴെ ടാഗ് ചെയ്യിക്കുന്നു. ഈ ഓരോ UPV ടാഗ് ചെയ്യുമ്പോഴും എനിക്ക് 75 രൂപ വെച്ച് കിട്ടും. അതെന്റെ ആപ്പിനകത്ത് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. 75 ചിലപ്പോൾ മുഴുവനായിട്ടും കിട്ടില്ല കേട്ടോ. അതിനകത്ത് TDS കട്ട് ചെയ്തിട്ട് വരുള്ളൂ. അത് വീണ്ടും പറയാം, കാരണം ഇതിനകത്തെല്ലാം ട്രാൻസ്പെറന്റ് ആണ്. എല്ലാം കൃത്യമായിട്ട് ആസ് പെർ റൂളേ പോവുള്ളൂ, ആസ് പെർ ലോയെ പോവുള്ളൂ. ബ്ലാക്ക് മണിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. സോ നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടുന്നവരും അത് പാർട്ട്ണർ ആണെങ്കിലും യൂസർ ആണെങ്കിലും TDS കട്ട് ചെയ്തിട്ട് വരുള്ളൂ. സോ ലേറ്റർ ഓൺ യു മേ ബി ആസ്ക് ഫോർ സബ്മിറ്റിംഗ് യുവർ പാൻ കാർഡ്. പാർട്ട്നേഴ്സ് ഓൾറെഡി പാൻ കാർഡ് കൊടുത്തേ പറ്റൂ. അതിൽ കൂടെ മാത്രമേ ട്രാൻസാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, സോ 75 റുപ്പീസ് വെച്ച് എനിക്ക് ആഡ് ചെയ്യും. അവസാനത്തെ UPV 6ാമത്തെ UPV ടാഗ് ചെയ്യുമ്പോൾ എനിക്ക് 125 രൂപ കിട്ടും, 6ാമത്തെ UPVക്ക് മാത്രം. സോ ടോട്ടൽ അതെല്ലാം കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 500 രൂപ കിട്ടും. വെറും 6 UPV എന്റെ താഴെ ടാഗ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഈ UPV ടാഗ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നുമില്ല. അവർ ആ കൂടി ചെയ്ത് ഗ്ലോബൽ ഗാർഡന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തു. അവർക്ക് നോർമലി പർച്ചേസ് ചെയ്യുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്, പക്ഷെ ആപ്പ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് അത് ഈ മൈ സർക്കിളിൽ പർച്ചേസുകളുടെ ക്വാണ്ടിറ്റി കൂടുന്തോറും എമൗണ്ട് കൂടുന്തോറും 10,000 ആയി കഴിയുമ്പോൾ ഒരു UPV ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും. ഇതേ അവർ ചെയ്തിട്ടുള്ളൂ. അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ചെലവുമില്ല ഇതിനകത്ത് വരാനായിട്ട്. ഗ്ലോബൽ ഗാർഡനർ യൂസർ ആവാനായിട്ട് ഒരു രജിസ്ട്രേഷൻ ഫീസും ഇല്ല. നമ്മൾ ഇന്ന പ്രൊഡക്റ്റേ വാങ്ങിക്കാവൂ എന്നൊന്നുമില്ല. എന്തും വാങ്ങിക്കാം, ഏത് സർവീസ് ഉപയോഗിക്കാം. ഈവൻ നമ്മൾ ആമസോണിൽ പോയി പർച്ചേസ് ചെയ്യുന്നതും നമ്മുടെ എമൗണ്ട് ആയിട്ട് വരും. നമ്മൾ ബിഗ് ബസാറിൽ പോയി പർച്ചേസ് ചെയ്യുന്നു, വൗച്ചർ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താലും എന്റെ എമൗണ്ട് ആയിട്ട് വരും. ഇതെല്ലാം ഇതിനകത്ത് വരും. എന്റെ മൊബൈൽ റീചാർജ് ചെയ്താലും എന്റെ ആമസോണിന്റെ ഇതിന്റെ മറ്റേ മൂവിയുടെ ഇത് കൊടുത്ത് മറ്റേ പൈസ കൊടുത്താലും ഇതൊക്കെ ഇതിനകത്ത് വരും. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പൈസ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇത് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോരുത്തരോടും പറയുന്നതാണ്, നിങ്ങൾ 6 പേരെ ആപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവരോട് UPV ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ UPVയുടെ താഴെ ഒന്ന് ടാഗ് ചെയ്യാൻ പറയാം. അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അവർക്കും ക്യാഷ് ബാക്ക് കിട്ടാൻ തുടങ്ങും. ഇതുവരെ ക്യാഷ് ബാക്ക് ഒന്നും കിട്ടിയിരുന്നില്ല, ഇനി ക്യാഷ് ബാക്ക് കിട്ടാൻ തുടങ്ങും. സോ ഇതാണ് നമ്മൾ അവരോടും പറയുന്നത്. സോ അവരും ഇതുപോലെ UPVകൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ UPV1, UPV2, UPV3 ഇവരെയൊക്കെ താഴെ വന്ന് ടാഗ് ചെയ്തോളും. സോ ആ ടാഗ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ആ ടാഗ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ അടുത്ത സർക്കിളിലേക്ക് കിടക്കും. അവര് ബാക്കി 6 പേരെ അവര് ആപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവർ കണ്ടുപിടിക്കും, അവർ ടാഗ് ചെയ്യും. ഇതിങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. സോ ഇതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആദ്യത്തെ സർക്കിൾ, ആദ്യത്തെ 6 UPV ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 500 രൂപ കിട്ടും. ഈ 6 UPVയുടെ താഴെ വീണ്ടും 6 UPVകൾ വീതം ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 36 UPVs ആയി എനിക്ക് 1000 റുപ്പീസ് കിട്ടും. അത് സെക്കൻഡ് സർക്കിളാണ്. വീണ്ടും ഈ 36 UPVs വന്നതിന്റെ താഴെ വീണ്ടും 6 UPVകൾ ഒന്ന് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3,500 റുപ്പീസ് കിട്ടും.
ഇതിങ്ങനെ ഓരോ സർക്കിളായിട്ട് പോയിട്ട് ഫോർത്ത് സർക്കിളിൽ വരുന്ന സമയത്ത് എനിക്ക് 5000 റുപ്പീസ് കിട്ടും. ഇവിടെ വെച്ച് പുതിയൊരു കാര്യം കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കയ്യിലുള്ള GG കോയിൻസ് എൻകാഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഫോർത്ത് സർക്കിളോട് സ്റ്റാർട്ട് ചെയ്യും. ഈ 10,000 GG കോയിൻ എവിടെ നിന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഉണ്ടാക്കിയ UPV അത് ഞാൻ 10,000 റുപ്പീസിന്റെ പർച്ചേസ് ആണ്. 10,000 റുപ്പീസ് ഞാൻ പർച്ചേസ് ചെയ്താൽ എനിക്ക് 10,000 GG കോയിൻ തരും, ഗ്ലോബൽ കാർഡ് തരും. എന്റെ ആപ്പിൽ ഒന്ന് എടുക്കുന്നുണ്ടാവും അത്. ഇതുകൂടാതെ നിങ്ങൾക്ക് GG കോയിൻ്റെ ഒക്കെ വേറെ ഒരുപാട് മാർഗമുണ്ട്. എന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും ഒരാള് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അപ്പൊ എനിക്ക് 50 GG കോയിൻ എന്റെ ആപ്പിനകത്ത് ക്രെഡിറ്റ് ആവും. അപ്പൊ എന്റെ ഓൾറെഡി 76 പേരോ മറ്റോ എന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ നാളുകളിൽ അവർക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് 10% എനിക്ക് കിട്ടും. സോ നിങ്ങളൊരു 200-300 യൂസേഴ്സിന് ഉണ്ടാക്കിയാൽ അത് തന്നെ വലിയൊരു ഇൻകായിട്ട് വരും ഒരു വർഷം കഴിയുമ്പോഴേക്കും. അത് തന്നെ നമുക്ക് ഈ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു 10 ഇരട്ടി ഇൻകം അത് മാത്രം ഉണ്ടാവും, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ ഫൈൻ, അത് ഒരു ഇൻകം സെക്ടർ മാത്രമാണ്. നമുക്ക് ഇൻകം ഏരിയയിലേക്ക് ഉടൻ തന്നെ നമ്മൾ എത്തും, എന്താണ് ഇൻകം നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, സോ ഈ ഫോർത്ത് സർക്കിൾ തൊട്ട് 10,000 GG കോയിൻ നമുക്ക് എൻകാഷ് ചെയ്യാം. ഈ 10,000 GG കോയിൻ നമ്മൾ ആപ്പ് കൂടെ തന്നെ ഗ്ലോബൽ കാർഡിനോട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, അവരെ ക്യാഷ് ആയിട്ട് തിരിച്ച് നമ്മുടെ ആപ്പിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് സർക്കിളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് 18,000 റുപ്പീസ് ആണ്. പക്ഷെ അവിടെ നമുക്ക് GG കോയിൻ കൺവേർഷൻ എന്ന് പറയുന്നത് 36,000 GG കോയിൻസ് കൺവേർട്ട് ചെയ്യാം. സോ ഇവിടേക്കാണ് ഈ വെൻഡറിന്റെ ബെനിഫിറ്റ്. വെൻഡർ കൊടുക്കുന്ന കമ്മീഷന്റെ ഇരട്ടി GG കോയിനാണ് കിട്ടുന്നത്. യൂപോസ് കൊടുക്കുന്നതിന്റെ 10 ടൈംസ് അവർക്ക് കിട്ടുന്ന കമ്മീഷന് 10 ടൈംസ് GG കോയിൻ കിട്ടുന്നുണ്ട്. സോ ഈ GG കോയിനൊക്കെ നമ്മൾ എവിടെ കൊണ്ടായി എൻകാഷ് ചെയ്യും ചോദിച്ചാൽ ഇതാണ് അതിനർത്ഥം. ഞാൻ ആസ് എ യൂസർ മൈ സർക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ സർക്കിളോട്ട് GG കോയിൻസ് എനിക്ക് എൻകാഷ് ചെയ്യാം. സോ ഈ കിട്ടിയ GG കോയിനൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് എൻകാഷ് ചെയ്യാൻ പോകുന്നത്. സോ അതാണ് ഈ വെണ്ടർക്കുള്ള ബെനിഫിറ്റ്, കൊടുക്കുന്ന പൈസയുടെ ഇരട്ടി പൈസ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ്. സോ ഞാൻ അടുത്ത സർക്കിളിലേക്ക് പോകുന്നു. എന്റെ 6th സർക്കിളിലേക്ക് വരും. എനിക്ക് 50,000 റുപ്പീസ് ക്യാഷ് ആയിട്ട് എന്റെ ആപ്പിനകത്ത് ക്രെഡിറ്റ് ചെയ്യും. പ്ലസ് എനിക്ക് 1 lakh GG കോയിൻസ് എനിക്ക് എൻകാഷ് ചെയ്യാം അഥവാ റിഡീം ചെയ്യാം. അടുത്ത സർക്കിൾ പോകുമ്പോൾ 1.5 lakhs ക്യാഷ് ആയിട്ട് വരുന്നു. പ്ലസ് 3 lakhs GG കോയിൻ എനിക്ക് റിഡീം ചെയ്യാം. ദെൻ 8th സർക്കിൾ വരുമ്പോൾ 6.72 lakhs ക്യാഷ് ആയിട്ട് എനിക്ക് വരുന്നു. ആൻഡ് 15 lakhs GG കോയിൻസ് എനിക്ക് എൻകാഷ് ചെയ്യാം. 9th സർക്കിൾ, ഇത് 9th വരെയാണ് പോവാ. 9th സർക്കിൾ എനിക്ക് 21 lakhs ക്യാഷ് ആയിട്ട് കിട്ടും. പ്ലസ് GG കോയിൻസ് എന്ന് പറയുന്നത് 50 lakhs GG കോയിൻ എനിക്ക് എൻകാഷ് ചെയ്യാം. ഇത് ടോട്ടൽ നിങ്ങൾ എല്ലാ ക്യാഷും കൂടി കൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ ക്യാഷ് എന്ന് പറയുന്നത് 30 lakhs റുപ്പീസ് ആണ്. ടോട്ടൽ GG കോയിൻ എനിക്ക് എൻകാഷ് ചെയ്യാവുന്നത് 70 lakhs GG കോയിൻ ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 crore റുപ്പീസ് വരെ എനിക്ക് എൻകാഷ് ചെയ്യാനുള്ള അഥവാ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് മൈ സർക്കിളിലൂടെ നമ്മുടെ ഗ്ലോബൽ ഗാർഡ് നൽകുന്നത്. ഇതിന്റെ എന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 10,000 രൂപയുടെ പർച്ചേസ്. 10,000 രൂപ ഞാൻ ഗ്ലോബൽ ഗാർഡിനോട് കൊടുത്തില്ല. ഞാൻ എന്റെ പാർട്ട്നേഴ്സ് ഈ CPICP ഒന്നും അല്ല കൊടുക്കുന്നത്. ഞാൻ നോർമലി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ 10,000 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നത് ഗ്ലോബൽ ഗാർഡ് ആപ്പ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തു. അതിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇത്രയും എമൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതില് എവിടെയെങ്കിലും ഇങ്ങനെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു ഈ സർക്കിളുകളിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കാണുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്നു, പക്ഷെ ചില സർക്കിളുകളിൽ ചില ലെവലിൽ വരുമ്പോൾ ഈ 6 UPV ടാഗ് ചെയ്തിട്ടില്ല, 5 UPV ടാഗ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ അഗൈൻ ആളുകൾ തന്നെ കൂടുതൽ ആൾക്കാർ വരണമെന്നില്ല. ഇപ്പൊ ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ കഴിഞ്ഞു, തേർഡ് സർക്കിൾ കഴിഞ്ഞു, ഫോർത്തിലേക്കും ഫിഫ്ത്തിലേക്കും പോയപ്പോഴേക്കും ഈ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഉണ്ടായിരുന്ന ആൾക്കാർ അടുത്ത മാസം വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, പുതിയ UPV ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ നേരെ പോയിട്ട് ഈ സർക്കിളിൽ എവിടെയാണോ ഗ്യാപ്പ് കാണുന്നത് അവിടെ കൊണ്ടുപോയിട്ട് അവർ UPV ടാഗ് ചെയ്യാം. അതുകൊണ്ട് എനിക്കും ബെനിഫിറ്റ് ഉണ്ട്, കാരണം എന്റെ സർക്കിൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകും. 2, ഞാൻ അവിടെ പോയിട്ട് എന്റെ UPV ടാഗ് ചെയ്യുമ്പോൾ എന്റെ പുതിയൊരു മൈ സർക്കിൾ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാഗ് ചെയ്ത ആ ഒരു UPVക്ക് താഴെ അടുത്ത 6 വരെ ഞാൻ കൊണ്ടുവന്ന് ടാഗ് ചെയ്യിക്കണം. അതെന്റെ പഴയ സുഹൃത്തുക്കൾ തന്നെ മതി, അവരെ കൊണ്ട് തന്നെ ഞാൻ അവിടെ ടാഗ് ചെയ്യിക്കാം, എന്റെ പുതിയൊരു മൈ സർക്കിൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ മൈ സർക്കിളാണ് നമ്മൾ ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ഒതുങ്ങില്ല. ഒരു മാസം തന്നെ 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്യുന്നവരാണ് ഭൂരിഭാഗം. അടുത്ത മാസം ഞാൻ 10,000 പർച്ചേസ് ചെയ്യും, അതിന്റെ അടുത്ത മാസം 10,000 പർച്ചേസ് ചെയ്യും. സോ ഓരോ 10,000 UPV ജനറേറ്റ് ചെയ്യുമ്പോഴും എന്റെ ഓരോരോ പുതിയ മൈ സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ 9th സർക്കിളിൽ വന്നതിന് ശേഷം എനിക്ക് ഈ പറഞ്ഞ 30 lakhs ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. 70 lakhs നിങ്ങളുടെ എത്ര GG കോയിൻ ഉണ്ടോ അത് മുഴുവൻ നിങ്ങൾ എൻകാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അപ്പോഴൊക്കെയാണ് നിങ്ങൾ ഈ ആൾക്കാരുടെ നിങ്ങളുടെ GG കോയിൻ ഉണ്ടെങ്കിൽ കുറച്ച് എനിക്ക് തന്നോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കുക. സോ അങ്ങനെ നമ്മൾ എൻകാഷ് ചെയ്യും. ഈ പൈസ ഉണ്ടാക്കി വെക്കുന്നതിന്റെ അർത്ഥം അതോട് അവസാനിച്ചെന്നല്ല. നമ്മൾ ഈ ബാക്കി എവിടെയെങ്കിലൊക്കെ ടാഗ് ചെയ്ത മറ്റേ UPVയുടെ മൈ സർക്കിൾ അവിടെ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അതൊരു 1 വർഷം 1.5 വർഷം എടുക്കാം. നമ്മൾ റെഗുലർ ആയിട്ട് നമുക്ക് മന്ത്ലി ഒരുപാട് വലിയ ഇൻകം, ഞാൻ എത്ര എമൗണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, ഒരു വലിയ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആസ് എ യൂസർ ഗ്ലോബൽ ഗാർഡ് നമുക്ക് തരുന്നത്.